ഇന്ന് അമൃതം പൊടിയും പഴവും ഉണ്ട്, കുറച്ച് പഴുത്തത്. അതും വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ അമൃതം പൊടി ഒരു മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒരു നുള്ളി ജീരകം, വളരെ കുറച്ച്, 4 ഏലക്കായ, ഒരു 4 കട്ട ഉപ്പ്, 4 കട്ട എന്നാണ് വളരെ ചെറിയ ഉപ്പ്, കുറച്ച് പാലൊഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. നന്നായി അരച്ചെടുക്കാം. പഴം ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഒരു ശർക്കര 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പാനിയാക്കി അരിച്ചെടുക്കണം. പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. അമൃതം പൊടി അരച്ച് മാറ്റിയതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ലയിപ്പിച്ച് കൊടുക്കുക. ചുവട് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഇതിൽ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ആയാലും മതി, കുട്ടികൾക്കാവുമ്പോൾ നെയ്യാണ് നല്ലത്. നെയ്യ് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച പഴം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കണം. അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇളക്കി കൊടുത്തത്. ഇനി ഫ്ലെയിം കുറച്ച് വെക്കാം. ഒരു 8 മിനിറ്റ് ആകുമ്പോഴേക്കും പഴം ഈ രീതിയിലായി. കൈ നിർത്താതെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചു പോകും. ഇതാകുന്നവരെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് പഴം ഈ രീതിയിലായി. ഞാൻ എന്നിട്ട് ഇത് ഓഫാക്കി, സ്റ്റൗ ഓഫാക്കി. എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളം ഉരുക്കി ഇതിലേക്ക് അമൃതം പൊടിയിലേക്ക് ഒഴിക്കുന്ന സമയം എനിക്ക് ഇളക്കാൻ പറ്റാതെ കൊണ്ടാണ് ഗ്യാസ് ഓഫാക്കിയത്. സ്റ്റൗ ഇതിന് അമൃതം പൊടിയിലേക്ക് കരിക്കേണ്ട ആവശ്യമില്ല. നേരിയ വെള്ളമാക്കിയിട്ടാണ് വെച്ചത്, ഒന്നും പൊടിയൊന്നുമില്ല. ഉരുളിയിലേക്ക് നേരിട്ട് ഒഴിച്ചില്ല, ഈ അമൃതം പൊടിയിലേക്ക് ഒഴിച്ചു. അത് തണുത്തതല്ലേ, ഉരുളിയിൽ പെട്ടെന്ന് തണുപ്പ് ഒഴിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനി ഇത് ഉരുളിയിലേക്ക് ഒഴിച്ചിട്ട് സ്റ്റവ് ഓണാക്കി കൊടുക്കാം. സ്റ്റവ് കത്തിച്ചിട്ടില്ല. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സ്റ്റവ് കത്തിക്കുന്നതാണ് സൗകര്യം. മറ്റ് ഇത് കട്ടിയിലൊന്ന് ഇളക്കി എടുക്കണം. ഞാൻ സ്റ്റവ് ഓണാക്കി. പഴത്തിൻ്റെയാണ് അടിയുടെ കട്ട പോലെ കാണുന്നത്. ഇതെണ്ണ ഇളക്കുമ്പോൾ ശരിയായിക്കോളും. ഇനി തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കാം, കൈ നിർത്താതെ. ഒരു 3 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും ഇങ്ങനെ ഈ അവസ്ഥയിലായി. ഈ സമയം കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യോ വെളിച്ചെണ്ണ, ഇപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്താൽ ഈ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. ഒരു 2 ടേബിൾ സ്പൂണ് നെയ്യിൽ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിപ്പോൾ സ്റ്റവ് ഓഫാക്കിയിട്ടാണ് ഉള്ളത്. അരക്ക് വെളിച്ചെണ്ണയിൽ ഒഴിക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഓഫാക്കിന് വീണ്ടും കത്തിച്ച് കൊടുക്കുക. നമ്മുടെ സ്നാക്സ് ഈ രീതിയിലെത്തി. ഇനി കുറച്ചും കൂടി ഇളക്കി കൊടുക്കണം. നമ്മുടെ പഴം അമൃതം പൊടിയും കൊണ്ടുള്ള സ്നാക്സ് ഉരുളിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊട്ടുകടല ചേർത്ത് കൊടുക്കുക. ഉണ്ടാക്കുമ്പോൾ ചുവട് കട്ടിയുള്ള പാത്രം അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോകും. ഇളക്കി കൊടുക്കുക. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് പാത്രത്തിലേക്ക് മാറ്റാൻ നോൺ സ്റ്റിക്കിൻ്റെ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് ഇത് മാറ്റാനാണ് വിചാരിക്കുന്നത്. നെയ്യും തേങ്ങാപ്പാലും നല്ലോണം ചേർത്താൽ ഇതിൽ ഇങ്ങനെ കനിഞ്ഞ് വരും. ഇത് ഞാനിപ്പം അളവ് കുറച്ചുകൊണ്ടാണ് ഇങ്ങനെ. ഇത് റെഡി ആയിട്ടുണ്ട്.
നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ 4 മണി പലഹാരം പാത്രത്തിലേക്ക് ഞാൻ ഇതിലേക്കാണ് മാറ്റിയത്. മാറ്റാൻ കുറച്ച് താമസിക്കുമ്പോഴേക്കും എൻ്റെ അടി കണ്ട പെട്ടെന്ന് മാറ്റാണ് ഉരുളിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇതുപോലെ ആയിപ്പോവും. ഞാൻ നീക്കി വെക്കാണ്ട് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നീക്കി വെക്കാണ്ടായെന്ന് തന്നെ കോരുമ്പോഴേക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയി. വലിയുള്ള കുട്ടികൾക്ക് മാത്രമേ ഇതേ രീതിയിൽ കടലയെല്ലാം ചേർത്ത് കൊടുക്കാതെ, അല്ലാതാക്ക് കടലയൊന്നും ചേർക്കാണ്ട് ചെറിയ കുട്ടിക്ക് കടലയൊന്നും ആക്കാണ്ട് ആക്കുന്നതാണ് വളരെ നല്ലത്. ഇപ്പം തന്നെ നന്നായി ഉറച്ചിട്ടുണ്ട്. ഇതാണ് എല്ലാവർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണിത്. ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല ഉണ്ടാക്കാൻ. കുട്ടികൾക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കുക.